ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാം. നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒലിച്ച് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താലും മതി, പക്ഷെ അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കണം. സവാളയും പച്ചമുളകും എല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇടുന്നത് നല്ല ടേസ്റ്റാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത്. അപ്പോൾ നമ്മൾ സവാള എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുക്കറിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മളൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകപ്പൊടിയും നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മസാല എല്ലാം ആ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം കുഴച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ശരി ഇങ്ങനെ കുഴച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് ആ മസാല ആ ബീഫിൽ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലോണം നമ്മൾ കുഴക്കുക. പിന്നെ നമുക്കൊരു പകുതി ചെറുനാരങ്ങ അതിനകത്തേക്ക് ഇപ്പോൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലോണം ആ ബീഫിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിനകത്ത് വെള്ളമുണ്ട്, ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് കുക്കർ മൂടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 5 വിസിൽ വന്ന വരെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 വിസിലായപ്പോഴത്തേക്ക് ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മോര് കാച്ചുന്നുണ്ടായി, അപ്പം അതും കൂടെ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ.
ഓക്കെ, മോരാച്ചിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് ഇനി താളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ബാക്കി ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ താളിക്കാൻ വെച്ചതോടെ നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. മോരാച്ചിയൊക്കെ സിമ്പിളായിട്ടുള്ള മോരാച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ബീഫ് ഫ്രൈയിലേക്ക് കിടക്കാം. നമുക്ക് ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഇതിൽ നമ്മൾ ഫുള്ള് വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യണം, ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കത് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ള തേങ്ങ കഷ്ണങ്ങൾ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം അതൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ അത് മൊരിയിച്ചെടുക്കാം. ഏകദേശം കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ബീഫ് വെന്ത് വന്നിട്ടുള്ള ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ശരിക്കും നമ്മൾ ബീഫ് ഫ്രൈ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് പണിയും കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് നന്നായിട്ട് ഈ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ആ ബീഫ് കറിനകത്ത് കുറച്ച് കറി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എരിവ് കൂടുതലുള്ളതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ബീഫ് കറി എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് കറി മാറ്റിയിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതുപോലെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ബാക്കി എടുത്തത്. നമുക്ക് കുരുമുളക് പൊടി കുറച്ച് എരിവ് കുറവുണ്ടായപ്പോൾ നമ്മൾ കുരുമുളക് പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഈ അലൂമിനിയം ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അടിയിലിങ്ങനെ പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് കഴിയുമ്പോഴത്തേക്ക്. കാരണം നമുക്ക് ബീഫ് നന്നായിട്ടൊരു മൊരിഞ്ഞായിട്ടുള്ളൊരു രീതിയിൽ കിട്ടണം. കാരണം ബീഫ് ഫ്രൈൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണല്ലോ. ഇതിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുരിഞ്ഞ് വരുന്നുണ്ട്, എന്നാലും കൂടുതൽ അടി പിടിക്കുന്നതുകൊണ്ട് ഞാൻ ആ പാത്രം ചേഞ്ച് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പോൾ പിന്നെ അടി പിടിക്കുകയും ഇല്ല, നന്നായിട്ട് മുരിഞ്ഞും കിട്ടും. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല പാകമായിട്ട് ബീഫ് ഫ്രൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നേരം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ മല്ലിയിലേക്ക് തൂവിയിട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സവാളയും കൂടി ഇതുപോലെ റിങ്ങായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ അതിൻ്റെ മേലിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ജയ പറയുന്നുണ്ട്, ഉമ്മി ഞാനും ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്ത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.